വിശിഷ്യ ഇന്ന് വിഷു ആചരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ നേരുന്നു. മാനവികതയെ ഉണർത്തുക, അതിന്റെ വ്യക്തമായ തെളിവ് നേരത്തെ നിങ്ങൾ കേട്ടതുപോലെ നെറ്റിയിൽ പൊട്ടുതൊട്ടവരും രുദ്രാക്ഷമാല ധരിച്ചവരും മറ്റു കുരിശ് ധരിച്ചവരും മുസ്ലിംകൾ എല്ലാവരും ഞങ്ങൾക്ക് വഴിനീളെ കൂപ്പുകൈകൾ തന്നുകൊണ്ട് പുഞ്ചിരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തത് തന്നെ ഈ മാനവികതയുടെ അതിപ്രാധാന്യം അർഹിക്കുന്നു എന്നതിൽ സംശയം ഇല്ല. പാനൂരിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ചരിത്രത്തെ ഓർക്കുകയാണ്. 1999 കേരള യാത്ര മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കുക എന്ന മുദ്രാവാക്യവുമായി ഞങ്ങൾ നടത്തിയിരുന്നു. അന്ന് പാനൂരിലെ ഈ കെട്ടിടം സ്കൂൾ കെട്ടിടമാണെന്ന് തോന്നുന്നു. ആ കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് വെച്ച് ചേർന്ന സമ്മേളനത്തിൽ ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും സംബന്ധിച്ചിരുന്നു. അന്ന് പാനൂരിലൂടെ കേരളയാത്ര കടന്നുപോകാൻ കഴിയുകയില്ല എന്ന് പലരും പറയുകയും ഭയപ്പെടുകയും ചെയ്തിരുന്നു. കാരണം 1-2, 2-3 എന്ന നിലയിൽ അങ്ങുമിങ്ങും കൊലകൾ നടത്തുകയും മറ്റ് പല അക്രമങ്ങളും അഴിച്ചുവിടപ്പെടുകയും ചെയ്ത സന്ദർഭമായിരുന്നു. പക്ഷേ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ഈ നാട് ഒറ്റക്കെട്ടാവണം, ഒരിക്കലും ഈ കലഹം പാടില്ല, അതിന് നിങ്ങൾ തയ്യാറല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പുറകിലേക്ക് കൈനീട്ടിയപ്പോൾ അന്ന് സ്റ്റേജിലുണ്ടായിരുന്ന ബിജെപിയും മാർക്സിസ്റ്റും കോൺഗ്രസും ലീഗും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം എന്റെ കൈപിടിച്ച് ഉടമ്പടി ചെയ്തു. അടുത്ത ദിവസം നടത്തിയ അനുരജ്ഞന സംഭാഷണത്തിലൂടെ പാനൂരിലും നാദാപുരത്തും പാറക്കടവിലും തലശ്ശേരിയിലും മറ്റുമായി നടന്നുകൊണ്ടിരുന്ന അക്രമങ്ങൾക്ക് വിരാമമായിരുന്നു എന്ന ഒരു സന്തോഷ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. പക്ഷേ അതൊരു താൽക്കാലികമാണോ എന്ന് കേരളത്തിലുടനീളം നാം ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയെ കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നിപ്പോവുകയാണ്. ആരോ ഒരു വ്യക്തി പറഞ്ഞു, കണ്ണൂർ ജില്ലക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇപ്പോൾ തലശ്ശേരിയിൽ നിന്ന് പറഞ്ഞു, അങ്ങനെ കണ്ണൂർ ജില്ലക്ക് ഒരു ദുഷ്പേര് ഉണ്ട് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ അത് സമ്മതിച്ചു തരികയില്ല. അങ്ങനെ ഒരു ജില്ലക്കോ ഒരു പ്രദേശത്തിനോ അത്തരം ഒരു വൈരാഗ്യ മനോഭാവം ഇല്ല, അങ്ങനെ ഉണ്ടാകാനും പാടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളോട് അൽഹംദുലില്ലാഹ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും നേതാക്കൾ ഇവിടെ അണിനിരന്നിട്ടുണ്ട്. നേതാക്കളിൽ പലരും ഇവിടെയുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ബഹുജനങ്ങളുണ്ട്. എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ നാട് സമാധാനത്തിൽ ജീവിക്കണം.
പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും ആരെയും നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പഠിപ്പിച്ചിട്ടില്ല. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. വ്യക്തമായ രീതിയിൽ സത്യത്തിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുകയല്ലാതെ ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിലേക്ക് നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്യിപ്പിക്കുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ലെന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മതങ്ങൾ തമ്മിലുള്ള സംഘട്ടനത്തിന്റെ ആവശ്യമില്ല. രാഷ്ട്രീയ പ്രവർത്തകർ തമ്മിലുള്ള സംഘടനത്തിന് ആവശ്യമില്ല. ഞാൻ ഇന്നലെ കണ്ണൂരിൽ വെച്ച് പറയുകയുണ്ടായി, നമ്മുടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുന്ന തർക്കങ്ങൾ മന്ത്രി സഭ വികസിപ്പിച്ചത് സംബന്ധിച്ചുള്ള ചർച്ചകൾ രാഷ്ട്രീയ തലത്തിൽ നിന്നും ഇറങ്ങി പൊതുജനങ്ങളിലേക്ക് അത് കടന്നുവരുന്നുവോ എന്ന് ഞങ്ങൾ ഭയപ്പെടുകയാണ്. രാഷ്ട്രീയം മാറിയും മറിഞ്ഞും തിരിഞ്ഞും എല്ലാം വരാം. അതിൽ പല അഭിപ്രായങ്ങളും ഉണ്ടാവാം. അത് അതിന്റെ പ്രവർത്തകർ മിതമായി കൈകാര്യം ചെയ്യുക. അതിൽ നിന്നും അത് ബഹുജനങ്ങളിലേക്ക് ഇറക്കി സാമുദായിക പ്രശ്നമാക്കി ചർച്ചക്കിട്ടുകൊടുത്താൽ ദൂരവ്യാപകമായ വിഷമങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടാവുക. അതുകൊണ്ട് ഗവൺമെന്റും രാഷ്ട്രീയ പ്രവർത്തകരും ബഹുജനങ്ങളും അത്തരം സംഭവങ്ങൾ സാമുദായിക പ്രശ്നമാക്കി മാറ്റി അങ്ങുമിങ്ങും ചർച്ചയ്ക്ക് ഇടാതിരിക്കണമെന്ന് ഞാൻ പറയുകയുണ്ടായി. അത് ഞാൻ ഇവിടെയും ഓർമ്മപ്പെടുത്തുകയാണ്, ആവർത്തിക്കും. മുസ്ലിം ആരാണ് മുസ്ലിം? അല്ലെങ്കിൽ ആരാണ് കേരളക്കാരൻ? ആരാണ് മനുഷ്യൻ? ഇങ്ങനെ നാം ചിന്തിക്കുമ്പോൾ മനുഷ്യൻ ഉന്നതിയുടെ ഔന്നിത്യത്തിലേക്ക് ദൈനംദിനം കയറിക്കൊണ്ടിരിക്കുന്നവനല്ലേ? ഒരു ഇഞ്ച് പോലും ഭൂമിയിൽ കൊള്ളാത്ത സൈക്കിളിന്റെ ചക്രത്തിലൂടെ ഒരു മനുഷ്യൻ കയറി സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാത്ത കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. സൈക്കിളിന്റെ ചക്രം ഓടുമ്പോൾ വളരെ ചെറിയ സ്ഥലമാണ് ഭൂമിയിൽ കൊള്ളുന്നത്. ഇതിന്റെ മുകളിൽ ഒരു മനുഷ്യനെങ്ങനെ സഞ്ചരിക്കുമെന്ന് ആശ്ചര്യപ്പെട്ട കഥ ഞാൻ പുസ്തകത്തിലൂടെ വായിച്ചിട്ടുണ്ട്. ആ സൈക്കിളിൽ 5ഉം 10ഉം പേർ സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ പോയി ബഹിരാകാശ സഞ്ചാരികളായി മനുഷ്യർ ഉയർന്നു. പണ്ട് കണ്ടുപിടിക്കപ്പെടാത്ത പലതും ഇവിടെ കണ്ടുപിടിക്കപ്പെട്ടു. പരിശുദ്ധ ഖുർആനിൽ യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തിന് ദുൽഖർനൈനി രാജാവ് മതിൽക്കെട്ടുകൾ പണിത് അതിന്റെ അപ്പുറത്താക്കിയ കഥ പറയുന്നുണ്ട്. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾ, ഖുർആൻ വിശ്വസിക്കാത്തവർ ഒരു കാലത്ത് പറഞ്ഞു അതൊക്കെ മറ്റ് അർത്ഥങ്ങൾക്കാണ്, കാരണം മനുഷ്യന്റെ കണ്ണുകൊണ്ട് അത് കാണാൻ സാധിക്കുന്നില്ല എന്ന്. ഇന്ന് നിങ്ങൾ നോക്കൂ, ഈ സാറ്റലൈറ്റ് യുഗം വന്നപ്പോൾ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും മേൽഭാഗത്തുകൂടെ പറന്നുകൊണ്ട് താഴോട്ട് കാണാനും ഇവിടെയുള്ള മുഴുവൻ വസ്തുക്കളും മനസ്സിലാക്കാനുമുള്ള യുഗത്തിലേക്ക് മനുഷ്യൻ കയറിയപ്പോൾ അതാ ആ ദുൽഖർനൈനിയുടെ കെട്ട് കണ്ടുപിടിക്കപ്പെട്ടു. ദജാലിനെ തളച്ചുവെച്ച കെട്ട് കണ്ടുപിടിക്കപ്പെട്ടു. ഭൂമിയുടെ 5 ഇരട്ടിയും 7 ഇരട്ടിയും ഘനവും വലിപ്പവുമുള്ള പുതിയ പുതിയ ഗ്രഹങ്ങൾ കണ്ടുപിടിച്ചു തുടങ്ങി. വഫിസ്സമാഇ റിസ്ഖുക്കും, ഓ ജനങ്ങളെ, ഭക്ഷണത്തിന്റെ പേരിൽ നിങ്ങൾ അങ്ങുമിങ്ങും കലഹിക്കരുതേ. ഭൂമിയിലും നിങ്ങൾക്ക് ഭക്ഷണമുണ്ട്,
ആകാശത്തിലും നിങ്ങൾക്ക് ഭക്ഷണമുണ്ട് എന്ന് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അധിക പേർക്കും അത് മനസ്സിലായില്ല. നിങ്ങൾ കണ്ടില്ലേ, 2011 കണ്ടുപിടിക്കപ്പെട്ട ഗ്രഹത്തിൽ വലിയ ഐസ് ഫാക്ടറിയും വലിയ വലിയ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലങ്ങളും ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതായി നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? അങ്ങനെ ഭൂമിയിൽ മാത്രമല്ല ആകാശത്തിലും നിങ്ങൾക്ക് കൃഷിസ്ഥലമുണ്ട്, നിങ്ങൾക്ക് ഭക്ഷ്യസ്ഥലമുണ്ട്, ഭക്ഷണത്തിന് അനുയോജ്യമായ സ്ഥലങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അന്ന് പഠിപ്പിച്ചത് ഇന്ന് അനുഭവത്തിലൂടെ മനുഷ്യൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 19 ഐലൻഡ്, പുതിയ ഐലൻഡുകൾ കഴിഞ്ഞ 6 മാസം മുമ്പ് ജനങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാൻ എണ്ണുന്നില്ല. ഇങ്ങനെ കണ്ടുപിടുത്തത്തിന്റെ യുഗമായി, IT യുഗമായി, സാറ്റലൈറ്റ് യുഗമായി, നെറ്റിന്റെ യുഗമായി എല്ലാം വളരുകയാണ്. ഇപ്പോൾ പാനൂർ സ്റ്റേജിൽ നടക്കുന്ന പ്രസംഗം ഞങ്ങൾ അല്പം വരാൻ താമസിച്ചപ്പോൾ ഞങ്ങൾ നെറ്റിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നെറ്റ്? വലിയൊരു പത്തായപ്പെട്ടിയൊന്നും ആവശ്യമില്ല, കയ്യിലുള്ള ഒരു ചെറിയ ടെലിഫോൺ. ആ ടെലിഫോണിലൂടെ, നെറ്റിലൂടെ ഞങ്ങൾ നിങ്ങളുടെയൊക്കെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തൊരു അത്ഭുതമാണ്! അങ്ങനെ അത്ഭുതകരമായ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ പിന്നെ എന്തിന് കലഹിക്കണം? അത് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് കാരണം മനസ്സിലാവാത്തത്. പക്ഷേ ഒരു കാരണമുണ്ട്, ധാർമ്മികമായ ബോധം വളർത്താത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണാം. അധാർമികത്വത്തിലേക്ക്, അരാജകത്വത്തിലേക്ക്, അക്രമത്തിലേക്ക് നീങ്ങുന്ന ഒരു ചെറിയ വിഭാഗം ഇവിടെ വളർന്നു വരികയാണ്. മദ്യപാനത്തിന്റെയും മറ്റ് മയക്കുമരുന്നുകളുടെയും അടിമകളായി ജനങ്ങൾ വളർന്നു വരികയാണ്, ബുദ്ധിയില്ലാതെയാവുകയാണ്. മനുഷ്യന്റെ ബുദ്ധിയാണല്ലോ മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. ആ ബുദ്ധി നഷ്ടപ്പെടുന്ന മദ്യപാനത്തിന്റെ വർധനവ് എന്നല്ല, സ്കൂളിന്റെ മുറ്റത്ത് മിഠായികളായി വിതരണം ചെയ്യുന്ന ആ ചെറിയ മിഠായികളിൽ പോലും മദ്യത്തിന്റെ മയക്കിന്റെ മരുന്നുകൾ കലർത്തിക്കൊണ്ടുള്ള കച്ചവടങ്ങളാണ് നമ്മുടെ സ്കൂളുകളുടെ മുമ്പിൽ പലപ്പോഴും പ്രദർശിപ്പിക്കപ്പെടുന്നത്. പിഞ്ചുമക്കൾ വാങ്ങി മിഠായിയായി ഉപയോഗിക്കുകയാണ്. കാലക്രമേണ മദ്യപാനത്തിലേക്കുള്ള പ്രേരണ ആ കുട്ടിയിൽ ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ തുറകളിലും നാം പരിശോധിച്ച് നോക്കുമ്പോൾ മനുഷ്യന് ദുനിയാവ് സമ്പാദിക്കണം, ഭൗതികമായ പേര് വേണം, പ്രശസ്തി വേണം, സ്ഥാനം വേണം എന്ന ചിന്ത മാത്രമായി വളരുന്നുണ്ടോ എന്ന് നാം ഭയപ്പെടുകയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാൾ ഖവ്വറല്ലാഹു ഉംറഹു, ആരാണ് ആ മഹാപണ്ഡിതൻ? 85 വയസ്സ് കഴിഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ, അല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരുടെ നേതാവെന്ന നിലക്ക് അറിയപ്പെടുന്ന താജുൽ ഉലമ ഈ പ്രസ്ഥാനത്തിന് കേരള യാത്രക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ, അതിന് കൊടിയെടുത്തു തന്ന് ഉദ്ഘാടനം ചെയ്യാൻ കാസർകോട്ട് വന്നുവെങ്കിൽ ബഹുജനങ്ങളെ ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ളതല്ല, ഇത് ഭൗതികമായ നേട്ടത്തിനുള്ളതല്ല. ഒരിക്കലും ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള ലക്ഷ്യം ഇതിലില്ല. അതേസമയത്ത് പണം സമ്പാദിക്കാൻ ഞങ്ങൾക്ക് ലക്ഷ്യം ഇല്ല. ഞങ്ങൾ സംഭാവനകളും ഞങ്ങൾ സഹായങ്ങളും എല്ലാം ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കാറുണ്ട്. സ്വീകരിച്ചുകൊണ്ട് സ്കൂളുകളും മദ്രസകളും പള്ളികളും ഉണ്ടാക്കാറുണ്ട്. പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാറുണ്ട്, രോഗികളെ ചികിത്സിക്കാറുണ്ട്. ഇന്നിവിടെ ആംബുലൻസ് ഉദ്ഘാടനം ചെയ്തു. അൽഹംദുലില്ലാഹ്, ഇത് ഒരു പൊതുപ്രവർത്തനമാണ്, അതും സംഭാവന സ്വീകരിച്ചിട്ടാണ്. പക്ഷേ ഈ യാത്രയിൽ അങ്ങനെയുള്ള ഒരു സംഭാവനയും
സ്വീകരിക്കുന്ന പദ്ധതിയോ ഇവിടെ സഹായ അഭ്യർത്ഥന ചെയ്യുന്ന പദ്ധതിയോ ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ല. ഞങ്ങൾക്കാവശ്യമായ കാറുകൾ, ഞങ്ങൾക്കാവശ്യമായ വാഹനങ്ങൾ എല്ലാം ഓരോ വ്യക്തികളും അതാ സ്പോൺസർ ചെയ്തുകൊണ്ട് നമ്മളെ സഹായിക്കുകയാണ്. അങ്ങനെ വെറും ഈ നാടിന്റെ ലക്ഷ്യം മുസ്ലിംകളുടേത് മാത്രമല്ല, നമ്മുടെ നാടിന്റെ ലക്ഷ്യം പരിപൂർണമായി നന്നാകണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ യാത്രയുടെ വിഷയം നിങ്ങൾ ഉൾക്കൊള്ളണം, നിങ്ങൾ പഠിക്കണം. എല്ലാ ആളുകളും ഇതിന് സഹായവും സഹകരണവും ഇതുവരെ ചെയ്തതുപോലെ ഇനിയും ചെയ്തു തരണമെന്ന് ബുദ്ധിയുള്ള എല്ലാവരും ഇതിന് സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയ എല്ലാ ആളുകൾക്കും ഞാൻ എന്റെ സ്വന്തം നിലയിലും ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ നിലയിലും ഈ യാത്രയുടെ നിലയിലും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമ്മുടെ വളണ്ടിയർമാർക്കും പ്രവർത്തകർക്കും കാരണവന്മാർക്കും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്കും മറ്റെല്ലാവർക്കും എന്റെ കൃതജ്ഞത അറിയിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം സ്വീകരിക്കുമാറാകട്ടെ. അർഹമുർ-റഹീമായ അല്ലാഹ്, ഞങ്ങൾ ഈ നടത്തുന്ന പരിപാടി നീ പൊരുത്തപ്പെട്ട സാലിഹായ അമലാക്കി തരണം റഹ്മാനേ. ഞങ്ങളുടെ സർവ്വ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം റഹ്മാനേ. ഞങ്ങളുടെ രാജ്യത്ത് ജാതി മതഭേദമന്യേ എല്ലാ ആളുകളെയും സൗഹൃദത്തിൽ